ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലെവൽസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 48,508 താഴേക്ക് വരികയാണെങ്കിൽ ആയിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതെല്ലാം 49,69 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആയിരിക്കും ഞാൻ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് ഇപ്പം അതിൻ്റെ സെൻട്രലായിട്ടാണ് മിക്കവാറും ഓപ്പൺ ആവുന്നത് പ്രീ മാർക്കറ്റ് സെഷനിൽ. നിഫ്റ്റിയിൽ നോക്കാം. നിഫ്റ്റിയിൽ അപ്സൈഡായിട്ടുള്ള ലിക്വിഡിറ്റി നമ്മൾ 22,590 മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ താഴേക്കുള്ള ട്രേഡ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ ഒരുപാട് താഴെയാണ് ലിക്വിഡിറ്റി. അപ്പോൾ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യാൻ നോക്കുക. 22,620 പ്രോപ്പറായിട്ടുള്ള ഒരു IDX ലിക്വിഡിറ്റി ഏരിയ. ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ 22,516 ഓപ്പൺ ആവുകയാണെങ്കിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത ഏരിയയും ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും 22,590. ഏതായാലും നമുക്ക് അവസരം വരുമ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നോക്കാം. നമുക്ക് സമയം 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മാർക്ക് ചെയ്തില്ല രാവിലെ 22,620 അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ്. കറക്റ്റ് എക്സാക്ട്ലി അവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എൻട്രി തരാതെയാണ് വരുന്നത്. എൻട്രി തരാൻ വേണ്ടി കുറച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇന്നത്തെ ഡേയിലോ ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റും ചെയ്യും. അപ്പം ആ ഒരു എൻട്രിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ പ്രത്യേകിച്ചൊരു പ്രൈസ് ആക്ഷനൊന്നും നമുക്ക് എൻട്രി ചാൻസ് ഇല്ല. നിഫ്റ്റിയിലുള്ളൂ ഇപ്പം. അപ്പം നമുക്ക് എൻട്രി വന്നിട്ടില്ല. എൻട്രി വരണമെങ്കിൽ മാർക്കറ്റ് 22,600 റേഞ്ചിലേക്ക് ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഉള്ളൂ. നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചാൻസ് വരട്ടെ. ഓക്കെ. മാർക്കറ്റ് കുറച്ചും കൂടി താഴെ വന്നിട്ടോ. നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി താഴെ വന്ന് നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ കൊടുക്കാം. പ്രീമിയം 60 റേഞ്ചിലൊക്കെയാണല്ലോ. അതൊക്കെ 59 സംതിങ്. നമുക്ക് കിട്ടിയത് 60-നാണ് പ്രീമിയം കിട്ടിയത്. നമ്മുടെ SL തന്നെ 6 പോയിൻറ്റ്സ് ആണ്. 6 പോയിൻറ്റ് SL. ടാർജറ്റ് ഇന്നത്തെ ഡേ ലോ വെക്കാം നമുക്ക് നിഫ്റ്റിയിൽ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ തൊട്ട താഴെ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നിപ്പം വലിയ ടാർജറ്റുകൾ കിട്ടുമോ എന്നറിയില്ല. കിട്ടുമെന്ന് വെച്ചാൽ അതറിയില്ല. ഇനിയിപ്പോൾ അഥവാ ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകാൻ പ്ലാനെങ്കിൽ നമ്മുടെ SL അടിച്ചിട്ട് പോവുകയും ചെയ്യും. എക്സാക്ട്ലി 620 നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് 22,620 ആ റേഞ്ചൊക്കെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് എക്സാക്ട്ലി മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് താഴെ വന്നതിന് ശേഷമാണ് എൻട്രി പ്രോപ്പറായിട്ടിലേക്ക് കിട്ടിയത് എന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. എന്നാലും കുഴപ്പമില്ല. പ്രീമിയത്തിന് ഏകദേശം അതേ റേഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പ്രീമിയം ആ ഒരു നേരത്തെ ടോപ്പിലുണ്ടായിരുന്ന ആ റേഞ്ചിൽ തന്നെ നമുക്കിപ്പോഴും പ്രീമിയം ഉണ്ട് ഏകദേശം 60-ലൊക്കെ. SL ആണെങ്കിൽ 2,200 സംതിങ് ആയിരിക്കും നമുക്ക് ലോസ് വരാം. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. $10.48 5000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചൂലേ. 5000 വരെയൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ബാങ്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ടൈമിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് ടാപ്പ് ചെയ്ത് 48,620 റേഞ്ചിലൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങാം നിഫ്റ്റിയിൽ നിന്ന്. കാരണം ഇന്ന് ഇനി ട്രേഡ് എടുക്കണോ എടുക്കണ്ടേന്നുള്ളതാണ്. ഇനിയിപ്പോൾ ബാങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നിഫ്റ്റി ആ ഒരു സിംഗ്ലോ ഒന്ന് എടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാം. അല്ലെങ്കിൽ ഇപ്പം ബാങ്ക് എടുത്തതിനെ കൊണ്ട് മുകളിലേക്ക് പോയാൽ ബാങ്കിൽ SL അടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പ്രശ്നം. നിഫ്റ്റിയിൽ SL അടിക്കുകയും ചെയ്യും. ബാങ്ക് അങ്ങോട്ട് വരാം. ഓക്കെ പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ സിംഗ്ലോ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. 5,200 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. പെട്ടെന്നൊരു സ്പൈക്കിൽ 6,000 കാണിച്ചതാണ്. പക്ഷേ നമുക്ക് 60-ന് എടുത്തിട്ട് 73.90 15 പോയിന്റിലധികം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു സ്പൈക്കിൽ നമുക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല എന്നാലും. കാരണം ബാങ്കിൽ അപ്സൈഡിലേക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി. പക്ഷേ ബാങ്കിൽ അപ്സൈഡിലേക്ക് കയറാൻ റിസ്ക്കാണ്. ബാങ്കിൽ എന്താ പറയുക, ഇതിപ്പോൾ നിഫ്റ്റിയിൽ ഒരു സിംഗിൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ബാങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ഇനി അപ്സൈഡിലേക്ക് കയറുകയാണെങ്കിൽ തൊട്ട മുകളിൽ തന്നെ ചെറിയൊരു പോയിന്റ് മുകളിൽ ഡൗൺ സൈഡിലേക്കും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ തൊട്ടടുത്താണ് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിലാണെങ്കിലും അത്ര ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഒരുപാട് ലിക്വിഡിറ്റി. അപ്പോൾ പ്രീമിയം ഇപ്പം കുറച്ച് കൂടിയില്ലേ. നമ്മൾ എക്സിറ്റ് ചെയ്ത് 74-ആണ്. ഇപ്പോൾ 76 ഉള്ളത്. 76, 77 ഉണ്ട്. പക്ഷെ ബാങ്കും പറഞ്ഞ പോലെ ബാങ്കിലേക്ക് ഇനി അപ്സൈഡ് ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാം. ആണെങ്കിൽ നമുക്കൊരു ചാൻസ് കൂടി ഇന്ന് നോക്കാം. നിഫ്റ്റി പറഞ്ഞ പോലെ ബാങ്ക് ടാപ്പ് ചെയ്തതുകൊണ്ട് നിഫ്റ്റിയിൽ അധികം റിസ്ക് എടുത്ത് നിൽക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞത് ഇന്ന് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ബെറ്ററാണ് ഇന്നത്തെ മാർക്കറ്റ്. കാരണം തൊട്ടടുത്താണ് ലിക്വിഡിറ്റി. ഒന്നെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ നാളത്തെ ദിവസം നോക്കിയാലും മതി. ഇനി കുഴപ്പമൊന്നുമില്ല. ഏതായാലും നോക്കാം. ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ, ചാൻസ് പറഞ്ഞാൽ ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് നോക്കണമെങ്കിൽ ബാങ്കിൽ തൊട്ടടുത്ത് തന്നെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും നോക്കാം. ഒരു അപ്സൈഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നോക്കാം. ചെറിയ പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം.
സ്കാൽപ്പിംഗ് പോലെ ചെയ്യാം. നോക്കട്ടെ, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:09. ഞാൻ കുറച്ച് മുന്നേ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് വീഡിയോ ഒന്ന് പോസായി പോയി. ഞാനത് ഓണിലാണെന്ന് വിചാരിച്ചിട്ടാണ്. അതിലിപ്പോൾ ഒരു 2000 രൂപ 2500 വരെയൊക്കെ പോയി പ്രോഫിറ്റ്. ഒരു ഓർഡർ കാണിച്ചാൽ നിങ്ങൾക്ക് 10:59 ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ ടാർജറ്റ് കുറവാണ്, വളരെ കുറവാണ്. വെബ്സൈറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് 1:2 or 3 ഒക്കെ 1:2 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് വരികയാണെങ്കിൽ. ഇനിയിപ്പോൾ അധികം മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഇനി നിഫ്റ്റിയിൽ തൊട്ട മുകളിൽ വേറെ ലിക്വിഡിറ്റി ഉണ്ട്, ഡൗൺ സൈഡിലേക്ക് നോക്കാമല്ലോ. അപ്പോൾ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് വെക്കേണ്ടി വരും. ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എന്ന് ട്രേഡ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം നിഫ്റ്റിയിൽ തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഏരിയാസാണ് അവരൊന്ന് 5 മിനിറ്റ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിലും താഴെ നിന്ന് മുകളിലേക്കാണെങ്കിലും ഒക്കെ ചെറിയ ടാർജറ്റ് ഏരിയകളുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തരം ദിവസങ്ങൾ റിസ്ക് ആണ് അത് സംഭവം. റിസ്ക് എന്നല്ല, സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ബെറ്ററാണ്. തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഏരിയ വരുമ്പോൾ മാർക്കറ്റ് പൊതുവേ വലിയൊരു മൊമെൻറ്റ് കാണിക്കില്ല. അങ്ങോട്ട് പോയിട്ട് അതെടുക്കും, ഇങ്ങോട്ട് വന്നിട്ട് ഇതെടുക്കും. അപ്പോൾ നമ്മൾ വലിയ ടാർജറ്റിന് വെക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അത് കിട്ടില്ല. അങ്ങനെയുള്ള സമയങ്ങൾ അധികവും ഞാൻ കണ്ടത് എക്സ്പീരിയൻസിലാട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് 10:59 എൻട്രി വന്നത്. അപ്പോൾ സമയം 11:10 ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പം പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. 2500 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു സൈഡ് വേസ് പോലെ ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. അങ്ങനെ ഇപ്പോൾ നമ്മൾ വലിയ ടാർജറ്റ് വെക്കുമ്പോൾ കിട്ടില്ല. പക്ഷേ ഇതൊരു കുറേ കാലം മാർക്കറ്റിൽ അങ്ങനെ കാണാറുണ്ട് എന്നുള്ളൂ. അത് വിചാരിച്ച് ഇന്നിപ്പോൾ ചിലപ്പോൾ ഇനി സഡൻ ഭയങ്കര അപ്സൈഡ് മൂവ് ചെയ്യില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുക എപ്പോൾ പോകണം എപ്പോൾ വരണം എന്നുള്ളത്. പക്ഷേ നമ്മൾ പ്രീവിയസ്ലി ഉള്ളൊരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമല്ലോ. അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുകയും റിമൈൻഡ് ചെയ്യുകയൊക്കെ മനസ്സിൽ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എഴുതി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് യൂസ്ഫുൾ ആക്കാം മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു പ്രോബബിലിറ്റി സിസ്റ്റമാണ്, പ്രോബബിലിറ്റീൻ്റെ ഗെയിമാണ്. അപ്പം നമ്മൾ ഒരു സാധനം പഠിച്ചു അല്ലെങ്കിൽ പ്രീവിയസ്ലി അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ച് 100% മാർക്കറ്റ് അതേ രീതിയിൽ റിയാക്ട് ചെയ്യണം എന്നില്ല. അപ്പം നമ്മൾ ഒരു കൂടുതൽ പ്രോബബിലിറ്റി കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. ടാർജറ്റും SLO മാർക്കറ്റ് എങ്ങനെ പോകേണ്ടതെന്നൊക്കെ മാർക്കറ്റ് തീരുമാനിക്കുക. പ്രീവിയസ്ലി ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തേക്കും. നമുക്കൊരു ഒരു ബലത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അത് അത്രേ ഉള്ളൂ. അത് ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റും. സമയം 11:13 ആയിട്ടുണ്ട്. മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ അങ്ങനെ എഴഞ്ഞ് നീങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നിഫ്റ്റിയിൽ 22,570 സംതിങ്ങിലാണ് കാണുന്നുണ്ട്. ഫ്യൂച്ചറിലാണ് 590 റേഞ്ചിൽ 573 കാണുന്നത്. ഒരു അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇപ്പം നിഫ്റ്റി 22,566 നിൽക്കുന്നത്. ഒരു 10 പോയിന്റ് മുകളിൽ പോയാൽ നിഫ്റ്റിയിൽ താഴേക്ക് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇൻ കേസ് നിഫ്റ്റി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അല്ലെങ്കിൽ SL അടിച്ചോട്ടെ. ഈ ട്രേഡിൽ SL അടിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. 2 ട്രേഡേ ചെയ്യുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഇത് SL അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ കിട്ടുകയാണെങ്കിലും ടാർഗറ്റിലേക്ക് വലിയൊരു സുഖമല്ലേ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും തൊട്ടടുത്ത് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. അത് ടാപ്പ് ചെയ്ത് താഴേക്ക് നോക്കണം, റിസ്ക്കാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ലെവൽ എന്താ പറയുക, റേഞ്ച് കുറവായതുകൊണ്ടാണ്. നിഫ്റ്റി 566, ഫ്യൂച്ചർ നിഫ്റ്റിയിൽ 22,585 590 ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ 5-6 പോയിൻ്റ് കൂടെ മുകളിൽ പോയാൽ മതി. മിക്കവാറും അത് ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ഇറങ്ങായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 11:44 നമ്മുടെ പ്രോഫിറ്റ് എഗെയിൻ 2000 സംതിങ് വരെയൊക്കെ വന്നിട്ടുണ്ട്. ലോസിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രോഫിറ്റ് 2000 സംതിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് 2 കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ മിക്കവാറും നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അപ്സൈഡ് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒന്നുകിൽ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ബാങ്കിൽ ടാപ്പ് ചെയ്തിട്ടില്ല കേട്ടോ 5 മിനിറ്റ്സ്. അതുകൊണ്ടാണ് ബാങ്കിൽ ഇറങ്ങാൻ പറ്റുക. നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഇപ്പോൾ ഏതായാലും സ്റ്റോപ്പ് ലോസ്. കാരണം
ബാങ്കിൽ നമ്മൾ ടാർഗറ്റ് വെച്ച ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ബാങ്ക് ഈ 48,700 ടാപ്പ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 700 ആ റേഞ്ച് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു 1:2, 3 ഒക്കെ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഓൾറെഡി നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനി കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് വെറുതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാണ്. ഇതിൽ ചെറിയ സ്കാൽപ്പേഴ്സിനൊക്കെ സുഖമുള്ള മാർക്കറ്റാണ്. മീൻസ് അപ്പ് സൈഡ് പോയിട്ട് ആളുകളെ ഇപ്പോൾ പറയും, ഇപ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്യാന്ന് പറയും, അപ്പോൾ ആളുകളെ മുകളിലേക്ക് കയറുമ്പോൾ നേരെ താഴേക്ക് വരും. താഴേക്ക് പോകണ കാണുമ്പോൾ ആളുകൾ ഇനി പുട്ട് ഓപ്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നേരെ മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ കാണുന്നത് മാർക്കറ്റിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ എപ്പോഴും അപ്പ് സൈഡും ഡൗൺ സൈഡും തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോൾ പൊതുവേ ഇങ്ങനെ കാണാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും അത് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് നോക്കാം. ഇനി അഥവാ മാർക്കറ്റ് ഒരു എന്താ പറയുക, ഇപ്പം 48,650 ഉണ്ട്. ഇനി ഒരു 60 പോയിൻറ്റ് 70 പോയിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ 3,000 വരെയൊക്കെ പ്രോഫിറ്റ് വന്നു. നമുക്കൊരു എങ്ങനെയാലും 5,000 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ 5,000 ഒക്കെ സുഖമായിട്ട് വരും. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ SL കോസ്റ്റ് പ്രൈസിലേക്ക് അടിച്ചിട്ടുണ്ടോ? നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റിൻ്റെ അടുത്തായി. നല്ല ഒരുപാട് സമയം നമ്മളെ ക്ഷമിപ്പിച്ചുകൊണ്ട് 3000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നതാണ്. പക്ഷേ നമുക്ക് SL അടിച്ചു, കോസ്റ്റ് പ്രൈസിൽ അടിച്ചു. കാരണം നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ കാരണം. അതുപോലെ നിഫ്റ്റി കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിഫ്റ്റിയിലും അധികം ഒരു സിംഗിളോലേക്ക് അധികം ടാർഗറ്റ് ഇല്ല. നമ്മളെ ടോട്ടൽ ഓർഡേഴ്സ് ഇവിടെ കാണാം. 2 ട്രേഡാണ്. ഒന്ന് ഫസ്റ്റത്തെ തന്നെ മാക്സിമം 1:5 ഒന്നും കിട്ടിയിട്ടില്ല. 2 ട്രേഡ്. ഇനി നാളെ അവസരങ്ങളുണ്ടാവും, നാളെ നോക്കാം. കാരണം ഇനിയിപ്പോൾ പുതിയ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു സിംഗിളും ഉണ്ട്. അധികം ടാർഗറ്റിലേക്ക് ഇല്ല, 1:5 ഇല്ല. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് നോക്കാനൊക്കെ ചെറിയ ചെറിയ ടാർഗറ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ട്രേഡ് നോക്കാത്തത്. ഏതായാലും ഈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് നാളെ ആയിട്ട് ഞാൻ ഇടും. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.